വലിയ അന്തിച്ചർച്ചയോ സംവാദമോ കൃത്യമായ നിരീക്ഷണമോ ഒന്നും നടത്താതെ കേരളത്തിലെ മാധ്യമങ്ങൾ തിരസ്കരിച്ച മറ്റൊരു വാർത്തയുണ്ട്. അത് ന്യൂസിലാൻഡും ഇന്ത്യയും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറാണ്. ഈ സ്വതന്ത്ര വ്യാപാര കരാർ കൊണ്ട് ആർക്കാണ് നേട്ടം? ഈ സ്വതന്ത്ര വ്യാപാര കരാറിൻ്റെ നേട്ടം മുഴുവൻ അവകാശപ്പെടാവുന്നത് ന്യൂസിലാൻഡിനാണ്. ന്യൂസിലാൻഡിലെ ഉൽപ്പന്നങ്ങൾ 0% തീരുവയിൽ ഇനി ഇന്ത്യയിൽ വിറ്റഴിക്കാം. ഇറക്കുമതി തീരുവ നൽകേണ്ടതില്ല. വില കുറയുമോ എന്നുള്ളത് മറ്റൊരു കാര്യം. വലിയ സാധ്യതയൊന്നും ഇല്ല. എന്നാലും നമുക്ക് പ്രതീക്ഷിക്കാം, മോഹിക്കാം. യഥാർത്ഥത്തിൽ ഇന്ത്യ രാജ്യത്തിന് ഇതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇവിടെ ജനസംഖ്യയുടെ 1/8 മാത്രം ജനസംഖ്യയുള്ള രാജ്യമാണ് ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിലേക്ക് വരുന്ന വസ്തുക്കളുടെ എണ്ണം അതനുസരിച്ച് കുറയും. ഇതുകൊണ്ട് ഇന്ത്യക്ക് ഒരു ഗുണവുമില്ല. ഇത് തിരിച്ചറിയാനും ഇത് പറയാനും കേരളത്തിലെയും ഇന്ത്യയിലെയും മാധ്യമങ്ങൾ തയ്യാറാകില്ല. കാരണം കേന്ദ്ര സർക്കാരിനെ അവർക്ക് പേടിയാണ്. ഇതെല്ലാം പറയാൻ മറ്റൊരു വിഭാഗമുള്ളത് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ആണ്. കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് മിണ്ടില്ല. കാരണം അവരാണ് ഈ സ്വതന്ത്ര വ്യാപാര കരാറുകളെയൊക്കെ ആദ്യം തന്നെ പ്രോത്സാഹിപ്പിച്ചത്. അതിനാവശ്യമായ നിയമനിർമ്മാണവും കരാറുകളിൽ ഒപ്പിടുന്നതും ഒക്കെ തുടങ്ങിയത് കോൺഗ്രസ് ആണ്. അവർക്ക് ഇതേക്കുറിച്ച് വിമർശിക്കാൻ എന്താണ് അവകാശം, എന്താണ് ധാർമ്മികത? ചെറിയൊരു പേടി അവർക്കുമുണ്ടാകും. കാരണം അവരുടെ കാലത്തെ ഇത്തരം കരാറുകൾ കൂടി പുറത്തു വരും എന്നുള്ളത് അവരെ വല്ലാതെ പേടിപ്പെടുത്തുന്നു. ഇവിടെയും ഇടതുപക്ഷമാണ് കൃത്യമായി കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുന്നത്. ഇത് നാം തിരിച്ചറിയേണ്ടതുണ്ട്.